ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും JRSS ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്ലൗസിൻ്റെ നെക്കിൽ ചെയ്ത വർക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഓണത്തിന് ചെയ്ത് വെച്ചിരുന്നതായിരുന്നേ. ഓണത്തിന് ചെയ്ത് വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തിരുവാതിരയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസായിരുന്നേ. അപ്പോൾ അതിൽ ഞാൻ തന്നെ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും ഇതൊന്നും പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതൊന്നുമല്ല. അപ്പോൾ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനും ഇതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി തന്നെയാണ് കേട്ടോ ഓരോ ഡിസൈനും ഓരോന്ന് ചെയ്യുന്നതും ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് നോക്കുന്നതാണേ. അപ്പോൾ ചെയ്തു വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഏതായാലും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്നാൽ അത് എല്ലാവർക്കും കാണാമല്ലോ, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇട്ടതാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും മനസ്സിലങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ബീഡ്സൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എനിക്ക് തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ബീഡ്സ് എടുത്തങ്ങ് ഇരുന്നു ചെയ്യാൻ. അന്നേരം എനിക്ക് തോന്നി അരികിലൂടെ ഇങ്ങനെ ഒരു വേവ് പോലെ ചെയ്താൽ ഭംഗിയുണ്ടായിരിക്കുമെന്ന് തോന്നി ചെയ്ത് തുടങ്ങിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി. കുറച്ച് ചെയ്തപ്പോൾ കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തപ്പം എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേറെ ഒന്നുമില്ല, ചുമ്മാ സൂചിയും നൂലും വെച്ചിട്ട് നമ്മൾ 2 ബീഡ്സ് വേവ് പോലെ ഇങ്ങനെ തുന്നിയെടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നീട് അടുത്ത ഐഡിയ തോന്നിയത്. അതിൻ്റെ അരികിലൂടെ ഓരോ വീയുടെയും ഈ അറ്റത്തുകൂടി ഓരോ സീക്വൻസും കൂടെ വെച്ചെന്നാൽ കുറച്ചുകൂടെ ഭംഗിയാകുമെന്ന് തോന്നി. പിന്നെ അതങ്ങ് ചെയ്തു. അതും കുറച്ച് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗി തോന്നി. പിന്നെ അതും ഞാനങ്ങ് അങ്ങേയറ്റം വരെ ചെയ്തെടുത്തു. അതും ഈ കളറുമായിട്ട് നല്ലൊരു മാച്ചിങ് ആയിരുന്നു കേട്ടോ. നല്ല വൈൻ കളർ തുണിയിൽ ഈ സിൽവർ കളർ ബീഡ്സ് നല്ല എടുത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ സീക്വൻസ് നമ്മൾ അതിൻ്റെ അറ്റത്ത് വെക്കുമ്പോൾ ചിലരിങ്ങനെ ഒരു സൈഡ് മാത്രം തുന്നി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിലും തുന്നുവാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കുമോ, അങ്ങനൊന്നുമില്ല, നല്ല ഫിക്സായിട്ട് അവിടെ നിന്നോളും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും, ആർക്ക് വേണമെങ്കിലും പറ്റും. കാരണം ഞാൻ ഇതൊന്നും പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു തുണിയൊന്നും എടുത്ത് വെച്ച് നേരത്തെ ചെയ്ത് നോക്കുമോ അങ്ങനെ മെനക്കെടാനുള്ളൊരു താല്പര്യമൊന്നും എനിക്കുമില്ല. ഞാൻ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് അന്നേരം ഞാൻ അതേ തന്നെ അങ്ങ് ചെയ്ത് നോക്കും. ശരിയായാൽ ശരിയായി, ഇല്ലെങ്കിൽ അഴിച്ച് കളയും. അല്ലാതെ നേരത്തെ ചെയ്ത് നോക്കുമോ, പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുമോ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ശരിയായെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ളൊരു വർക്കാണത്. അല്പസമയം മെനക്കെടാനുള്ള ഒരു ക്ഷമ വേണമെന്ന് മാത്രം. കുറച്ച് സമയം മെനക്കെട്ടുള്ള പണികളൊക്കെ ചെയ്യാനൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ക്ഷമയുള്ളവരാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര വലിയ ക്ഷമയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുമ്മാ വായിക്കാമല്ലോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാനൊരു ഉത്സാഹമുള്ളൂ.